സുവിശേഷ വിളംബര രംഗത്തെ വെള്ളി നക്ഷത്രമായി പ്രശോഭിക്കുന്ന ഒയാസിസ് മീഡിയ മിനിസ്ട്രീസിനും അതിൻ്റെ പ്രവർത്തകർക്കും ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം പറയുന്നു. സമൂഹ മാധ്യമ രംഗത്ത് സുവിശേഷീകരണത്തിനു വേണ്ടി ദൈവവചനത്തിൻ്റെ പഠനങ്ങൾക്കും വേണ്ടിയും അവർ ഒരുക്കുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. ലോകം മുഴുവനുള്ള ദൈവമക്കൾക്കും അനേക ദൈവസഭകൾക്കും പ്രയോജനകരമായി ഒയാസിസ് മീഡിയ മിനിസ്ട്രീസിൻ്റെ ദൈവവചന പഠനങ്ങളും സന്ദേശങ്ങളും മാറുന്നു എന്ന് അറിയുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. ഈ മീഡിയയിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിൻ്റെ അതുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം പറയുന്നു. ഇന്നത്തെ നമ്മുടെ ദൈവവചന ചിന്തയ്ക്ക് മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിലെ ഈ അന്ത്യകാലത്ത് അറിഞ്ഞിരിക്കേണ്ട മുന്നറിയിപ്പുകളെ ആധാരമാക്കിയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ അന്ത്യകാലത്തിൽ അറിഞ്ഞിരിക്കേണ്ട 4 മുന്നറിയിപ്പുകളുണ്ട്. അതിലെ ആദ്യത്തെ പാരഗ്രാഫിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു മുന്നറിയിപ്പിനെ പറ്റിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത്. മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നതാണ് നമ്മുടെ ജീവിതങ്ങളിൽ അപകടങ്ങൾ വരാനുള്ള കാരണം. മുന്നറിയിപ്പുകളെ അവഗണിച്ചതിൻ്റെ പേരിൽ നമ്മുടെ ജീവിതത്തിൽ എത്രയോ നഷ്ടങ്ങളും പരാജയങ്ങളും അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നതിൻ്റെ ഫലമായി നമ്മുടെ ആത്മീക ജീവിതത്തിൽ പോലും ഒട്ടനവധി നഷ്ടങ്ങളും പരാജയങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ആത്മീക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഓർത്തിരിക്കേണ്ട അതിപ്രധാനമായ 4 മുന്നറിയിപ്പിൽ ഒരു മുന്നറിയിപ്പ് മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലൂടെ പഠനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്. വാക്കുകൾ കൊണ്ട് ചിത്രം വരച്ച് വായിൽ നിന്ന് ലാവണ്യ വാക്കുകൾ പുറപ്പെടുവിച്ച അനുഗ്രഹീത പ്രഭാഷകനായിരുന്നു കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ 3 തരത്തിലുള്ള ശ്രോതാക്കൾ പ്രധാനമായും വന്നിരുന്നുവെന്ന് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാം. ഒന്ന്, യേശുവോട് പ്രസംഗിച്ചാലും അവനെ പിന്തുടർന്ന വലിയ കൂട്ടം പുരുഷാരം, അപ്പം തിന്നാനും അത്ഭുതം കാണാനും തൻ്റെ പിന്നാലെ വന്ന പുരുഷാരത്തോട് യേശു ഉപമകളിലൂടെ സംസാരിച്ചു. രണ്ടാമത്തെ കൂട്ടർ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗത്തെ കുടുക്കാൻ, പരിഹസിക്കാൻ, കുറ്റം പറയാൻ, ഇല്ലാതാക്കാൻ യേശുവിൻ്റെ പിന്നാലെ വന്ന സദൂക്യരും പരീശരും അടങ്ങുന്ന യേശുവിൻ്റെ ശത്രുപാളയത്തിലുള്ളവരായിരുന്നു. മൂന്നാമത്തെ കൂട്ടർ യേശുവിന് വേണ്ടി ജീവിതവും ജീവനും സമർപ്പിച്ച് യേശു എവിടെ പോയാലും പിന്തുടരുന്ന തൻ്റെ അടിമ ശിഷ്യന്മാരാകുന്ന 12 പേര്. ഒന്നാമത്തെ കൂട്ടരാകുന്ന പുരുഷാരത്തോട് യേശു ഉപമകളിലൂടെ സംസാരിച്ചു, അവരെ ഭവനത്തിലേക്ക് പറഞ്ഞയച്ചു എന്ന് മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. 16-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ തന്നെ കുടുക്കാമെന്ന പരീശന്മാരെയും സദൂക്യരെയും അവരുടെ കാപട്യത്തെ, അവരുടെ കള്ളത്തരത്തെ തിരിച്ചറിഞ്ഞ് യേശു കരുതലോടെ സംസാരിച്ചു. 16-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ യേശുവിൻ്റെ കൂടെ എപ്പോഴും സഞ്ചരിച്ച ജീവനും ജീവിതവും കർത്താവിന് കൊടുത്ത തൻ്റെ ശിഷ്യന്മാരെ താൻ പറഞ്ഞത് ഗ്രഹിച്ചപ്പോൾ അവരെയും കൊണ്ട് പുതിയ പുതിയ വെളിപ്പാടുകൾ പകരാൻ ഫിലിപ്പിൻ്റെ കൈസരയിലേക്കും മറ്റിതര പ്രദേശങ്ങളിലേക്കും കർത്താവ് അവരെ കരം പിടിച്ചു കൊണ്ടുപോയെന്ന് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, പുരുഷാരത്തെ പോലെ യേശു നമ്മളെ പറഞ്ഞയക്കാതിരിക്കാൻ, പരീശന്മാരെ സദൂക്യരെ പോലെ അവൻ നമ്മളെ വിട്ടുമാറാതിരിക്കാൻ, ശിഷ്യന്മാരെ പോലെ യേശു പറയുന്നത് ഗ്രഹിക്കാനും അതനുസരിക്കാനും നമ്മൾ മനസ്സ് വെച്ചാൽ ഇന്ന് വരെ ആരും പറയാത്ത വെളിപ്പാടുകളെ പറയാൻ, ഇന്ന് വരെ ആരും അനുഭവിക്കാത്ത ആത്മീക അനുഭവങ്ങളെ അനുഭവിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകും. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ അവൻ്റെ പ്രസംഗം കേൾക്കുവാൻ, അവനെ കുടുക്കാൻ, അവനെ പരീക്ഷിക്കാൻ വേണ്ടി സദൂക്യരും പരീശരും കടന്നു വന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആകാശത്ത് നിന്ന് ഞങ്ങൾക്ക് ഒരു അടയാളം കാണിച്ചു നൽകണം. നീ ദൈവപുത്രനാണെന്ന് അവകാശപ്പെടുമ്പോൾ, നീ സ്വർഗം വിട്ട് ഇറങ്ങി വന്നവനെന്ന് അവകാശപ്പെടുമ്പോൾ, നീ വന്നത് സ്വർഗത്തിൽ നിന്നാണ് എന്ന് ഞങ്ങൾക്ക് തെളിവ് കിട്ടാൻ നീ ആകാശത്ത് നിന്ന് ഒരടയാളം കാണിച്ചു നൽകണമെന്ന് അവനെ പരീക്ഷിച്ചു.
ഒരു സുവിശേഷകന്റെ ദൗത്യത്തോടെ ആ വാക്കിനെ കടമെടുത്തുകൊണ്ട് ഒരു സന്ദേശം ഞാൻ പറഞ്ഞ് ആദ്യമേ മുന്നോട്ട് പോകാം. യേശുവിന്റെ അടുക്കൽ പരീക്ഷിക്കുവാൻ ഒരു വെല്ലുവിളിയോടെ വന്ന സദൂക്യനെയും പരീശന്മാരെയും കർത്താവ് വിട്ടുമാറിയെന്ന് 16:4 നമ്മൾ വായിക്കുന്നു. യേശുവിന്റെ പ്രത്യേകത, സുവിശേഷത്തിന്റെ പ്രത്യേകത, വെല്ലുവിളിക്കുന്നവനെ അത് വിട്ടുമാറും, വെല്ലുവിളിക്കുന്നവനെ വഴിമാറിപ്പോകും, പക്ഷെ നിലവിളിക്കുന്നവനെ അവൻ സ്വീകരിക്കും. വെല്ലുവിളിക്കുന്നവനെ വിട്ടുമാറി, പക്ഷെ നിലവിളിക്കുന്നവനെ ചേർത്ത് പിടിക്കുന്നവനാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവപുത്രൻ. ക്രൂശിൽ 2 കള്ളന്മാർ യേശുവിന്റെ ഇടത്തും വലത്തും കിടന്നു എന്ന് വേദപുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കള്ളൻ, നീ ദൈവമെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്ക്, എന്നെയും രക്ഷിക്ക് എന്ന് പരീക്ഷിച്ച് വെല്ലുവിളിക്കുമ്പോൾ മറു സൈഡിലെ കള്ളൻ പറയുന്നത്, നീ രാജാവെന്ന് എനിക്ക് മനസ്സിലായി, നീ രാജത്വം പ്രാപിച്ച് വീണ്ടും വരുമെന്നും മനസ്സിലായി, ക്രൂശ് കൊണ്ട് നീ തീരത്തില്ല, മരണം കൊണ്ട് നീ തീരത്തില്ല, നീ രാജത്വം പ്രാപിച്ച് വീണ്ടും വരുമ്പോൾ എന്നെയും ഒന്ന് ഓർക്കണമേ. നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചോ? 2 വാക്ക്. ഒരുവൻ വെല്ലുവിളിച്ചു, ഒരുത്തൻ നിലവിളിച്ചു. വെല്ലുവിളിച്ചവന്റെ ചരിത്രം ക്രൂശിൽ തീർന്നു പോയപ്പോൾ നിലവിളിച്ചവന്റെ ചരിത്രം അവിടെ ആരംഭിക്കുകയായിരുന്നു. യേശുക്രിസ്തു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദത്തമാണ്, സുവിശേഷം നൽകുന്ന ഏറ്റവും വലിയ ധൈര്യമാണ്. വെല്ലുവിളിക്കുന്നവനെ അവൻ വിട്ടുമാറും, നിലവിളിക്കുന്നവനെ അവൻ ചേർത്ത് പിടിക്കും. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിൽ ഉത്തരമില്ലാതെ ഒരുപാട് പ്രയാസങ്ങളുടെ നടുവിൽ ആരെന്നെ സഹായിക്കും, ആരെന്നെ വിടിവിക്കും എന്ന് പറഞ്ഞ് ഒരു ചോദ്യചിഹ്നത്തോടെയാകാം നിലവിളിക്കാൻ, കർത്താവിനോട് നിലവിളിക്കാൻ തയ്യാറായാൽ നിലവിളിക്കുന്നവർക്ക് ഉത്തരം നൽകുന്നവനാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന കർത്താവായ യേശുക്രിസ്തു. യേശുവിനെ പരീക്ഷിച്ച് ചോദിക്കുമ്പോൾ യേശു അവർക്ക് കൊടുക്കുന്ന മറുപടി, സന്ധ്യാസമയത്ത് ആകാശം ചുവന്ന് കണ്ടാൽ ഇന്ന് തെളിവാകുമെന്നും രാവിലെ സമയത്ത് ആകാശം മൂടി ചുവന്ന് കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകുമെന്നും നിങ്ങൾ അറിയുന്നു. ആകാശത്തിന്റെ ഭാവം വിവേചിക്കാൻ നിങ്ങൾക്കറിയാം, കാലലക്ഷണങ്ങളെ നിങ്ങൾക്ക് വിവേചിക്കാൻ കഴിയുമോ? യേശു അവിടെ അതിന് ഉത്തരം കൊടുക്കുന്നത്, കാലത്തിന്റെ ലക്ഷണങ്ങളെ നിങ്ങൾക്ക് വിവേചിക്കാൻ കഴിയുമോ? അതെ പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം നൽകുന്ന ഒന്നാമത്തെ മുന്നറിയിപ്പ്, ആകാശത്തിന്റെ ഭാവം വിവേചിക്കാൻ ഒരു പരിധിവരെ സയൻസ് വളർന്നു, എന്നാൽ കാലത്തിന്റെ ലക്ഷണങ്ങളെ, കാലം പോകുന്ന ആ കാലത്തിന്റെ ഗതിവിഗതികളെ തിരിച്ചറിയാൻ മനുഷ്യനും ജ്ഞാനത്തിനും വിജ്ഞാനങ്ങൾക്കും ടെക്നോളജികൾക്കും കഴിയുന്നില്ല. ഈ ഉത്തരാധുനിക അവിജ്ഞാന വിസ്ഫോടനത്തിന്റെ ഹൈടെക് യുഗത്തിലും വേദപുസ്തകം 2024 വർഷം മുമ്പ് എഴുതിയ സന്ദേശത്തിന്റെ ആധികാരിക അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം. വേദപുസ്തകം പഠിക്കുന്നവർ കാലത്തിന്റെ ലക്ഷണങ്ങളെ തിരിച്ചറിയാൻ പഠിച്ചിരിക്കണം. യേശു പറഞ്ഞ ഒന്നാമത്തെ മുന്നറിയിപ്പ്, കാലത്തിന്റെ ലക്ഷണങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. കാലത്തിന്റെ ലക്ഷണങ്ങളെ തിരിച്ചറിയാൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു കരത്തിൽ പത്രവും ഒരു കരത്തിൽ ഈ ബൈബിളും ഒന്ന് എടുത്തു വായിച്ചു നോക്കിയാൽ ഈ യേശു പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും. ലോകം നിരവധി പ്രശ്നങ്ങളാൽ പെട്ടുടലുന്നു. ഒന്ന് തീർക്കാൻ ശ്രമിക്കുമ്പോൾ കുരുക്കഴിക്കാൻ കഴിയാത്ത 1000 പ്രശ്നങ്ങളിൽ അവൻ അകപ്പെടുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട പട്ടം പോലെ ആർക്കും ആരെയും ഒന്നിനെയും നിയന്ത്രിക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിൽ നാം എത്തപ്പെട്ടു നിൽക്കുന്നു. അമേരിക്ക പോലെയുള്ള വമ്പൻ വികസിത രാജ്യങ്ങൾ പോലും ദരിദ്രരെ കൊണ്ട് നിറയുന്നു. ഭരണാധികാരികൾ കൈയാളുന്ന അഴിമതിയുടെ കണക്കുകൾ കോടികൾ കവിയുന്നു. ഉറവിടം കണ്ടെത്തുവാൻ കഴിയാത്ത പകർച്ചവ്യാധികൾ ആരോഗ്യരംഗത്തെ ആത്മവിശ്വാസത്തെ നഷ്ടമാക്കുന്നു. പ്രശ്നങ്ങൾ നിറഞ്ഞ വിദ്യാഭ്യാസ മേഖല കരക്കടിപ്പിക്കാൻ കഴിയാത്ത തോണി പോലെ അലയുന്നു. ഭാവി അപകടത്തിലായ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഒരുപോലെ ഭീതിയിലാകുന്നു. വിലക്കയറ്റം സൃഷ്ടിക്കുന്ന ഭീതി വളരെ വലുതാണ്. മാറി മാറി വരുന്ന ഭരണാധികാരികൾക്ക് അതിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. മദ്യവും മയക്കുമരുന്നും തകർക്കുന്ന ജീവിതങ്ങൾക്ക് കണക്കുണ്ടോ? സാക്ഷര കേരളത്തിൽ പോലും ഓരോ ദിവസവും വിറ്റഴിക്കപ്പെടുന്ന മദ്യത്തിന്റെ കണക്കുകൾ കോടികൾ കവിയുന്നു. പ്രഭാത പത്രം തുറന്ന് വായിക്കാൻ നാം ഭയപ്പെടുന്നില്ലേ? അമ്മ വഴക്ക് പറഞ്ഞതിന്റെ പേരിൽ, പരീക്ഷ തോറ്റതിന്റെ പേരിൽ, പ്രേമ നൈരാശ്യത്തിന്റെ പേരിൽ ആത്മഹത്യകൾ പെരുകുന്നു, വിവാഹമോചനം പെരുകുന്നു, ദാമ്പത്യ ബന്ധങ്ങൾ തകരുന്നു. നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമിയെപ്പോലും വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാലത്ത് നാം എത്തി നിൽക്കുന്നു. പഠിപ്പിക്കുന്ന അധ്യാപകനെ, തോളിൽ കൈയിട്ട് നടക്കുന്ന കളിക്കൂട്ടുകാരെ, ജന്മം നൽകിയ മാതാവിനെ, പിതാവിനെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം. പ്രകൃതിയുടെ തന്നെ താളം തെറ്റി, കാലം തെറ്റി വരുന്ന കാലാവസ്ഥ സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്നു. മലമുകളിലും കടൽക്കരയിലും ഒരുപോലെ മനുഷ്യൻ അനർത്ഥം കൊണ്ടോടുന്നു. നമ്മൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും കഴിഞ്ഞ ദിവസം ഉണ്ടായി ഉരുൾപൊട്ടലിൽ
280-ലധികം മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത നിലയിൽ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു. ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത നിലയിൽ രാജ്യത്തിന് മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഇതെങ്ങനെ പരിഹാരം കാണുമെന്ന് കഴിഞ്ഞ് ശാസ്ത്രം മൂക്കത്ത് വിരൽ വെക്കുമ്പോൾ, നിയമപാലകർ അന്തം വിടുമ്പോൾ, ഉത്തരമില്ലെന്ന് ലോകം ഒരുമിച്ച് വിളിച്ചു പറയുമ്പോൾ, ഈ പുസ്തകം പഠിപ്പിക്കുന്ന ഞങ്ങൾ നിങ്ങളോടൊരു സന്ദേശം പറയാം. ഇവിടെ എത്ര ടെക്നോളജി വന്നാലും, ഇവിടെ ആരെല്ലാം പണിയാനും നന്നാക്കാനും നോക്കിയാലും, ഇന്നീ കാണുന്ന ലോകത്തെ നന്നാക്കാൻ വേറൊരാൾക്ക് കഴിയത്തില്ല. ഈ ലോകത്തെ നന്നാക്കാൻ, ലോകത്തെ ഭരിക്കാൻ, ലോകത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ ഒരുവൻ മാത്രമാണ്. ഈ ലോകത്തിന്റെ രക്ഷകനായ യേശുക്രിസ്തു മാത്രമാണ്. അവൻ ഈ ലോകത്തിലേക്ക് രണ്ടാമത് വന്നെങ്കിൽ മാത്രമേ ഇന്ന് നേരിടുന്ന സകല പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ കഴിയുള്ളൂ എന്ന് ഈ പുസ്തകം പഠിപ്പിക്കുമ്പോൾ യേശു അവരോട് പറഞ്ഞ ഉത്തരം അതാണ്. കാലത്തിന്റെ ലക്ഷണങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. വേദപുസ്തകം വെളിപ്പെടുത്തുന്ന യേശു രണ്ടാമത് വരുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ്, അടയാളങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കാലലക്ഷണങ്ങളെ തിരിച്ചറിയണമെന്ന് പറയുമ്പോൾ രക്ഷിക്കാൻ വന്ന യേശുവിനെയും ഈ സന്ദേശത്തെയും മനസ്സിലാക്കുവാൻ യഹൂദന് പറ്റിയില്ല. യഹൂദന് പറ്റിയ പരാജയം ഈ കാലഘട്ടത്തിലെ ദൈവമക്കൾക്ക് പറ്റാതിരിക്കാൻ, ലോകം വീണ്ടും ഒരു കാലസമ്പൂർണതയിൽ ഓടി നിൽക്കുമ്പോൾ, ദൈവസഭയുടെ ചരിത്രം എഴുതി തീർക്കാൻ പരിശുദ്ധാത്മാവ് വെമ്പൽ കൊണ്ട് നിൽക്കുമ്പോൾ, ദൈവസഭയുടെ അവസാന നാളുകളിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ യഹൂദന് പറ്റിയ പരാജയം നിങ്ങൾക്കും എനിക്കും സംഭവിക്കാതിരിക്കാൻ ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിന്റെ വരവിന്റെ കാഹള ശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുങ്ങുവാൻ ഈ സന്ദേശം നമ്മളെ ഉപദേശിക്കുകയാണ്. യേശുക്രിസ്തു വരാറായി. ഈ സന്ദേശവുമായി വിവിധ സമൂഹ മാധ്യമങ്ങളിലൂടെ കിട്ടുന്ന എല്ലാ മാധ്യമങ്ങളും ഉപയോഗിച്ച് ഈ വചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ഈ സന്ദേശം നിങ്ങളുടെ കാതുകളിൽ എത്തുവാൻ ഞങ്ങൾ നിർബന്ധം ഞങ്ങളുടെ മേൽ കിടക്കുകയും ചെയ്യുന്നതിന്റെ കാരണം നിങ്ങൾ അറിയാതെ പോകരുത്. കാലത്തിന്റെ ലക്ഷണങ്ങളെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലോകം ഇന്ന് പോകുന്ന ഈ പ്രതിസന്ധികളും, ലോകത്തിൽ ഇന്ന് നടക്കുന്ന എല്ലാ അധാർമികതകളുടെയും അരാജകത്വത്തിന്റെയും എല്ലാ തകർച്ചകളുടെയും പുറകിലെ കാരണം ഇതാർക്കും നന്നാക്കാൻ കഴിയത്തില്ല. ലോകത്തെ നന്നാക്കാൻ രാജാതി രാജാവായി കർത്താവ് രണ്ടാമത് വരാൻ പോകുന്നു. അവന് മാത്രമേ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയൂ എന്നുള്ള ആത്മീക സത്യം നിങ്ങൾ തിരിച്ചറിയണം. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇതിന്റെ പരിഹാരം ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും സയൻസ് കൊണ്ടും കണ്ടുപിടിക്കാതെ ഈ ലോകത്തിന്റെ ലക്ഷണങ്ങളെ തിരിച്ചറിഞ്ഞ് യേശുവിന്റെ രണ്ടാമത് വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഒറ്റ കാര്യത്തോടെ പറഞ്ഞ് ഇന്നത്തെ സന്ദേശം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. യേശു അടയാളം ചോദിച്ചവരോട് ഒരു വാക്ക് പറയുകയുണ്ടായി. തന്നെ പരീക്ഷിക്കാനും കൊടുക്കാൻ വന്നവരോട് ഒറ്റ വാക്ക് കർത്താവ് പറഞ്ഞിട്ടാണ് അത് കൺക്ലൂഡ് ചെയ്തത്. യോനയുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളം എനിക്ക് നൽകാനില്ല. യേശു പറഞ്ഞ യോനയുടെ അടയാളം എന്താണ്? അത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും ചോദിക്കുമായിരിക്കാം. ദൈവത്തെ അറിയുന്നവരും ദൈവവചനം പഠിക്കുന്നവരുടെയും കൂടുതൽ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി യോനയുടെ അടയാളം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. യോനയുടെ കാലത്ത് സംഭവിച്ചത് ഇതുപോലൊരു കാലഘട്ടം, ഏറ്റവും കൂടുതൽ പാപം പെരുകിയ ഒരു കാലഘട്ടം, സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും പാപം പെരുകിയ ഒരു കാലഘട്ടം. ദൈവദാസന്മാർ കൂട്ടമായി തർശീശിലേക്ക്, ഏറ്റവും നല്ല സേഫിലേക്ക് സുവിശേഷ വേല ചെയ്യാൻ പോയൊരു കാലഘട്ടം. ജീവനുള്ള ദൈവവുമായി ബന്ധമുള്ള ഈ യോനമാർ സുവിശേഷീകരണത്തിന് താല്പര്യമില്ലാതെ ഉറങ്ങുന്ന ഒരു കാലഘട്ടം. ആലയത്തിനകത്ത് പോലും ആരാധനയെപ്പോലും മ്ലേച്ഛത പെരുകിയ ഒരു കാലഘട്ടം. ഇടങ്കയും വലങ്കയും തിരിച്ചറിയാൻ പാടില്ലാത്ത ജാതികളിലേക്ക് രക്ഷയൊഴുകിയ ഒരു കാലഘട്ടം. മാത്രമല്ല, യോനയുടെ കാലഘട്ടത്തിൽ ദൈവം രണ്ടാമത്, യോനയുടെ പുസ്തകം 1:1 3:1 വീണ്ടും വീണ്ടും ദൈവം ഇടപെട്ട സംസാരിച്ച ഒരു കാലഘട്ടം. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നിങ്ങളുടെ കാതുകളിൽ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ നിങ്ങൾ കേൾക്കുമ്പോൾ യോനയുടെ പുസ്തകം 1:1 യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായി. യോനയുടെ പുസ്തകം 3:1 യോനയ്ക്ക് വീണ്ടും യഹോവയുടെ അരുളപ്പാടുണ്ടായി. ഇന്നലെ കേട്ട സന്ദേശവും ഇന്നലെ ആരൊക്കെ വിളിച്ച പ്രാർത്ഥനകളും നിങ്ങൾ പോകാതിരുന്നു, നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നു. വീണ്ടും ഒരു സന്ദേശവും കൂടെ നിങ്ങളുടെ കാതുകളിൽ, നിങ്ങളുടെ കൺമുമ്പിൽ ദൈവം വെളിപ്പെടുത്തുന്നതിന്റെ കാരണം, യോനയുടെ കാലത്തിൽ എന്ന പോലെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ, ലോകത്തെ മുഴുവൻ ന്യായം വിധിക്കുന്ന ന്യായാധിപനാകുന്ന രക്ഷകൻ വരുമ്പോൾ നിങ്ങൾ ആ ന്യായവിധിക്കകത്ത് പെട്ടുപോകരുത്. നിങ്ങൾ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരായി കാണണം. ഈ ലോകത്തിലെ ജീവിച്ചിരുന്നു, മരിക്കുന്നു, അതിനൊക്കെ കണക്കുകളുള്ളത് പോലെ, രേഖകളുള്ളത് പോലെ രക്ഷിക്കപ്പെടുന്നവരെ, നിത്യതയിലുള്ളവരുടെ പേരെഴുതുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് പേരെഴുതേണ്ടത് നിങ്ങൾ ജീവനോടെ ഇരിക്കുമ്പോഴാണ്. ആ പുസ്തകത്തിനകത്ത് നിങ്ങളുടെ പേര് വരുത്തുവാൻ, പേരുണ്ടാകുവാൻ, നിത്യരാജ്യത്തിനും നിത്യജീവനും അവകാശികളാക്കി നിങ്ങൾ മാറുവാൻ
ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന രക്ഷകന്റെ വരവിന്റെ കാഹളത്തിന്റെ ധ്വനിയാണെന്നും അതിന്റെ അടുക്കലെത്തിയെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രക്ഷകനെ രക്ഷിതാവായി സ്വീകരിച്ച് ഒരാത്മീക ജീവിതത്തിന് അടിത്തറയിടാൻ, കൂടുതൽ ദൈവവചനത്തിൽ വളരുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ സംഭവ വികാസങ്ങൾ കാണുമ്പോൾ യേശുവിന്റെ വരവടുത്തു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ കർത്താവിനോട് അടുക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സന്ദേശം അവസാനിപ്പിക്കുന്നു. തുടർന്ന് നമുക്കിതിന്റെ ബാക്കിയുള്ള മുന്നറിയിപ്പുകളെ പറ്റി കേൾക്കാം. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ.